ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, എന്തായാലും ഹാരിസിനെ കുടുക്കാൻ നോക്കി സ്വയം കുടുങ്ങി എന്നുള്ളൊരു വികാരമാണോ സർക്കാർ തലത്തിൽ ഇപ്പോൾ ഉള്ളത്? എന്ത് മനസ്സിലാക്കണം ഈ നടപടി ഉണ്ടാവില്ല എന്ന് പറയുന്നതിലൂടെ? ഭവ്യ, അത്തരത്തിൽ തന്നെ വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലായിരുന്നു ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുകയും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയ നിലനിർത്തുന്ന തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. അപ്പോൾ മുതൽ അദ്ദേഹം മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും ഇന്നലെയും ഡോക്ടർ ഹാരിസ് ചിറക്കൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം. ഇപ്പോൾ അദ്ദേഹം തിരികെ ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഈ ഓട്ടോയിൽ കയറി ഇവിടെ നിന്ന് മടങ്ങുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ കേരളത്തിൽ ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു ഡോക്ടറെ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹം മറ്റ് ഔദ്യോഗികമായ സൗകര്യങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതെ ഇത്തരത്തിൽ ഒരു ലളിതമായ ശൈലി മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് പലപ്പോഴും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത്. ആ ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിന് വേണ്ടി ഈ മണക്കാടിനടുത്ത് കമലേശ്വരത്തിനടുത്തുള്ള അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ നിന്ന് ഓട്ടോയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇനിയൊരു വിവാദ പ്രതികരണം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. മന്ത്രിക്കടക്കം വേദനയുണ്ടായതിൽ താൻ അവരോട് മാപ്പ് ചോദിച്ചു എന്നുകൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 ആഴ്ച നീണ്ട നേർക്കുനേർ ഏറ്റുമുട്ടലാണ് ഇതോടെ അവസാനമാകുന്നത്. മാധ്യമങ്ങളുടെ ഒരു വിവാദ പ്രതികരണങ്ങളും ഇനി നടത്തുകയില്ല എന്നുകൂടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. KGMCT തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരാമർശങ്ങളും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന്. അത് കൃത്യമായി അദ്ദേഹം മുഖവിലേക്ക് എടുക്കുന്നു. KGMCTയുടെ നിർദ്ദേശം അദ്ദേഹം സ്വീകരിക്കുന്നു. മന്ത്രി വീണ ജോർജ് അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹവുമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഉണ്ടായ സംഭവങ്ങളിൽ അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് അങ്ങനെ വിഷമമായി എങ്കിൽ മന്ത്രിയോട് താൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷെ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു, താൻ പറഞ്ഞതിൽ എല്ലാം അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വലിയ തരത്തിൽ ഉള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ഇനിയൊരു വിവാദ പ്രസ്താവനയ്ക്ക് താൻ നിൽക്കുകയില്ല. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. KGMCTക്ക് ആരോഗ്യവകുപ്പാണ് ഇത് സംബന്ധിച്ച ഉറപ്പ് നൽകിയത്. ഉപകരണം കാണാതായതിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. ഡാൻ, എന്തായാലും നമ്മൾ ഇന്നലെ കണ്ടതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ഒപ്പം സൂപ്രണ്ടും ഒരുമിച്ചിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം വലിയ തരത്തിൽ ഒരു പ്രതിച്ഛായ കളങ്കം ഉണ്ടാക്കി, പ്രതിച്ഛായ തകർച്ചയുണ്ടാക്കി ആരോഗ്യവകുപ്പിന് എന്ന കാര്യത്തിൽ സംശയമില്ല. കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നടിഞ്ഞു. ഇനി എങ്ങനെ തലയൂരും എന്നാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. ഡാൻ, തീർച്ചയായിട്ടും. അതായത് ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില ഫോൺ കോളുകൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ അവരുടെ ഫോണുകളിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരണം നടത്താൻ ശ്രമിച്ച് പാടുപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അങ്ങനെ വാർത്താ സമ്മേളനം നടത്താനിടയായ സാഹചര്യം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന വിവരങ്ങളും അഭ്യൂഹങ്ങളും ഏറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന വിവരം ഇന്ന് വാർത്തയായി പുറത്തുവരുന്നത്. എന്തായാലും ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് മടങ്ങിയെത്തുമോ, തിരികെ യൂറോളജി വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം വീണ്ടും ഔദ്യോഗികമായി ജോലിയിലേക്ക് പ്രവേശിക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് രാവിലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, തെറ്റ് പറ്റിയെങ്കിൽ അത് തനിക്ക് തുറന്നു പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇനി ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് നടത്തിയ മഞ്ഞുരുക്കൽ നീക്കം ഫലം കണ്ടിരിക്കുന്നു. KGMCT അടക്കം അധ്യാപക സംഘടന അടക്കം നടത്തിയ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. ഇനിയൊരു വിവാദ പ്രതികരണത്തിന് താനില്ല, തന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഇനി മാധ്യമങ്ങൾക്ക് കിട്ടുകയില്ല എന്നുകൂടിയാണ് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളൊക്കെ കാച്ചിക്കുറുക്കി തന്നെയായിരുന്നു വാക്കുകൾ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്നും പോവുകയും ചെയ്തിരുന്നില്ല. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും
കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയും എന്നാൽ അത് ആരെയും പ്രകോപിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെ ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ് ഇനി താൻ മാധ്യമങ്ങളെ കാണില്ല. KGMCT അദ്ദേഹത്തോട് അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി താൻ പാലിക്കുകയാണ്. ആ കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഇവിടുന്ന് തീർച്ചയായും പറഞ്ഞതുപോലെ അത്തരത്തിലൊരു മഞ്ഞുരുക്കം ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചതാണ് ഈ മോസ്ലോസ്കോപ്പും നെഫോസ്കോപ്പും തമ്മിൽ തിരിച്ചറിയാത്ത ഡെലിവറി ചലാനും ബില്ലും തമ്മിൽ തിരിച്ചറിയാത്ത രണ്ടുപേർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി നമ്മൾ കണ്ടു. അതേ സമയത്ത് ഡാൻ പറഞ്ഞതുപോലെ അവർക്കൊരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിനൊപ്പം തുള്ളുന്ന പാവകളെ പോലെ അവർ സംസാരിക്കുന്നു. അപ്പോൾ അറിയേണ്ടത് ഏത് അധികാരബോധമാണ് അവരെ നിയന്ത്രിച്ചത് ആ സമയങ്ങളിൽ എന്നാണ്. അവർ അതിനനുസരിച്ച് അവർ തുള്ളുന്ന പാവകളായത് ഏത് അധികാരബോധത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഡാൻ? ഭവ്യ, ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അവർ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്നവരാണ് രണ്ടുപേരും. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ രണ്ടുപേരും. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താനിടയായ സാഹചര്യം തന്നെ കൃത്യമായ സമ്മർദ്ദങ്ങളെ തുടർന്നായിരിക്കാം. അത് കൃത്യമായി ഈ വകുപ്പുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിലനിൽക്കുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തള്ളിപ്പറയേണ്ടത് ആർക്കാണോ അനിവാര്യതയായിരുന്നത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇന്നലെ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ ദുരൂഹത ഉണർത്തുന്ന തരത്തിൽ ഇങ്ങനെ ഫോൺ കോളുകൾ വരികയും അതിനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഇന്നലെ ഉടലെടുക്കുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അധികൃതർ ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളെയും തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അതിൽ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അധികൃതർ അടക്കം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം കൂടുതൽ എന്തെങ്കിലും തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായാൽ അത് വീണ്ടും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന പശ്ചാത്തലമുണ്ടാകും. തൽക്കാലത്തേക്കെങ്കിലും ആരോഗ്യ വകുപ്പിനും ആശ്വസിക്കാം. കാരണം അങ്ങനെയുള്ള പരാമർശങ്ങളിലേക്ക് ഒന്നും കടക്കാതെ ഇനിയൊരു നേർക്കുനേർ ഏറ്റുമുട്ടൽ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്റെ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിന് പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. താൻ ആദ്യം മുതൽ പലതവണ ആവർത്തിച്ച് അധികൃതർ ഇക്കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും കൃത്യമായ ഒരു ഇടപെടൽ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശസ്ത്രക്രിയ നടത്തുന്നതിന് മതിയായ ഉപകരണങ്ങൾ ഇല്ല എന്ന താൻ ആദ്യം മുതൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പരിഹാരം കാണുന്നതിലൂടെ കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതാണ് ഇങ്ങനെയൊരു തുറന്നു പറച്ചിലേക്ക് വഴിവെച്ചതെന്നൊക്കെയായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം താൻ ഒരു വിവാദങ്ങൾക്കുമില്ല, പക്ഷേ തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് ഏറ്റു പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു അതാണ് ഡാൻ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം. അതേ സാഹചര്യത്തിൽ നടപടി ഉണ്ടാവില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത് ഒരു ഔദാര്യമായി കാണേണ്ടതില്ലല്ലോ. ഏറ്റവും പ്രധാനമായി അത് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ നിവൃത്തികേട് കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് വന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഡാൻ. ഭവ്യ, അത്തരത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം, ഒരു വകുപ്പിന്റെ മേധാവിയാണ് അദ്ദേഹം. അതിനപ്പുറത്തേക്ക് കൃത്യമായി അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരുണ്ട്. കൃത്യമായി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത് സ്വാഭാവികം മാത്രമാണ്. ആ സ്വാഭാവികമായ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് ഈ സംഭവം ഇങ്ങനെ വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് എത്തിയത്. കാരണം അദ്ദേഹം ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറാകുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം അദ്ദേഹം പിൻവലിച്ചെങ്കിലും പിന്നീട് എന്താണോ ആ പോസ്റ്റിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നത് അതേ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേരെ നിന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിരൂക്ഷമായ വിമർശനമുണ്ടാകുന്നു. പേപ്പറുകൾ പോലും പരാതി എഴുതി നൽകാൻ വെള്ള പേപ്പറുകൾ പോലും തന്റെ ഓഫീസിലില്ല. അതുവരെ മറ്റാരെങ്കിലും കൊടുത്ത് താൻ പൈസ കൊടുത്ത് വാങ്ങിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദുരവസ്ഥയാണ്. തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് വികാരനിർഭരനായിട്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. ശരി, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. KGMCTക്ക് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകിയ കാര്യം ഉപകരണം കാണാതായതിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഉണ്ടായ
പിഴവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. എന്തായാലും അല്പസമയം മുൻപായിരുന്നു ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കണ്ടത്. വിവാദങ്ങൾക്കില്ല എന്ന് പറയുന്നു, വിഷയം സംഘടന ഏറ്റെടുത്തതാണെന്ന് പറയുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, സംഘടനയുടെ ഒരു ഇടപെടൽ ഇത്തരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ ഏറെ ഗുണം ചെയ്തു, അല്ലെങ്കിൽ സംഘടന ഒന്നായി തെരുവിലിറങ്ങിയതടക്കം നമ്മൾ കണ്ടു. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമുക്ക് നിരീക്ഷിക്കാം, അല്ലേ? ഡോക്ടർമാർ പ്രതിരോധത്തിലാകുന്ന ഏത് സംഭവങ്ങൾ ഉണ്ടായാലും, അവരെ വേട്ടയാടുന്ന ഏത് സാഹചര്യങ്ങൾ ഉണ്ടായാലും അവിടെ കൃത്യമായി നിലപാടെടുക്കുകയും തെരുവിലേക്ക് സമരം വ്യാപിപ്പിക്കുകയും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഡോക്ടർമാർ കേരളത്തിൽ മുൻപും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളോട് സംഘടനാ തലപ്പത്തുള്ളവർ ആദ്യം മുതൽ തങ്ങൾ ഡോക്ടറെ ഒറ്റയ്ക്കാക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു പ്രതിരോധം തീർക്കാൻ പ്രത്യക്ഷത്തിൽ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അത് കൃത്യമായി വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യവും ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായതോടെയാണ് അവിടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ടായത്. അങ്ങനെയാണ് KGM-CTA അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് ഇനി വിവാദ പരാമർശങ്ങൾ നടത്തരുത്, പരസ്യമായി മാധ്യമങ്ങളുടെ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു മീഡിയേറ്റർ റോളിലേക്ക് KGM-CTA എത്തിയതാണ് നിലവിൽ ഈ പ്രശ്നപരിഹാരത്തിന് വഴിവെച്ചിരിക്കുന്നത് വേണം പറയാൻ. തീർച്ചയായും അത് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ അടക്കം വലിയ പിന്തുണ അദ്ദേഹത്തിനുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഡോക്ടർ ഹാരിസിന്റെ മേൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണെന്ന് പറഞ്ഞു വന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ഇന്നലെ കണ്ടു. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നടന്ന ഗൂഢാലോചനയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപിച്ചത്. എന്തായാലും ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. സർക്കാർ അന്വേഷണം നടത്തിക്കോട്ടെ എന്നും കുറ്റക്കാരാക്കാൻ സമ്മതിക്കില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നാടകങ്ങൾ അല്ലെങ്കിൽ അവര് ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. അതിൽ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്.